വളരെ നന്ദി ജോൺ ബ്രിട്ടാസിന്. സംസാരിച്ചു തോന്നല്ലേ, മകനൊക്കെ അവിടെയുള്ള ആളുകൾ സംസാരിച്ചു തോന്നല്ലേ? സമാധാനമായോ? എന്താ പറയാനുള്ളത്? ഒരുപാട് പേര് കാണാനായിട്ട് വന്നിരുന്നു അപ്പച്ചനെയൊക്കെ. ഒന്നും പറയാനില്ല. ഇത് എനിക്ക് വളരെ സമാധാനം. പ്രാർത്ഥന എപ്പോഴും പ്രാർത്ഥനയാണ്. എനിക്ക് കുറച്ച് മുമ്പ് വരെയും പ്രാർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 ദിവസമായി നമ്മൾ ഇതിന്റെ പിറകിലുണ്ട്. അത് ആദ്യമേ ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി ഞങ്ങളുടെ ഒപ്പം നിന്ന എല്ലാ ഭരണാധികാരികളോടും ഒപ്പം സഭാ നേതാക്കളോടും നന്ദി പറയുന്നു. പിന്നെ ഞങ്ങളുടെ MLA ഈ സംഭവം അറിഞ്ഞ അന്ന് മുതൽ ഞങ്ങളോടൊപ്പമുണ്ട്. ഈ നിമിഷം വരെ വിധി പറയുന്നവരെ ഞങ്ങളുടെ ഒപ്പം നിന്ന് MLA ഞങ്ങൾ പ്രത്യേകം നന്ദിയോടെ ഓർക്കണു. ഒപ്പം പ്രത്യേകം MLAക്ക് വേണ്ടി നന്ദി പറയണു. ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം MLAയുടെ ഒരു വിഷമമായി കണ്ട്, MLAയുടെ കുടുംബത്തിലൊരു അംഗത്തെ പോലെ കണ്ട് ഞങ്ങളോടൊപ്പം നിന്ന് MLAക്ക് പ്രത്യേകം നന്ദി. എല്ലാ ജനപ്രതിനിധികളും വിവിധ രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികളും എല്ലാവരും തന്നെ ഇത് പൊതുവായൊരു പ്രശ്നം എന്നുള്ള രീതിയിൽ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്നു. അത് ഞങ്ങൾക്കൊരു കരുത്തായിരുന്നു, ഒരു ആശ്വാസമായിരുന്നു. വിവിധ സന്നദ്ധ സംഘടനകൾ, അതോടെ പ്രാദേശിക നേതാക്കൾ, ബന്ധുമിത്രാദികൾ, അതുപോലുള്ള മീഡിയ, ഇതൊക്കെ ഈ വിഷയം അറിഞ്ഞ അന്നു മുതൽ ഇതൊരു പൊതുവായൊരു പ്രശ്നമാണെന്നുള്ള രീതിയിൽ വളരെ രീതിയിലുള്ള പ്രതിഷേധം പൊതുവിൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നിങ്ങൾക്കും അതോടൊപ്പം തന്നെ ഇതിന് ഒരു പൊതുവായ പ്രശ്നമായി കണ്ട് ഇതിൻ്റെ എല്ലാവിധ സപ്പോർട്ടും തന്നെ ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം നിന്ന എല്ലാവർക്കും ഞങ്ങളുടെ ആത്മാർത്ഥമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ എല്ലാവർക്കും ഒരു കൃത്രിമമായി ഉണ്ടായ, സാങ്കേതികമായി ഉണ്ടായ ഒരു കേസാണെന്നൊക്കെയാണ് പൊതുവെ എല്ലാവർക്കും മനസ്സിലായിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ നടപടിക്രമങ്ങളിലേക്ക് ബാക്കി നീണ്ടുപോകാതെ ഈ കേസ് തന്നെ പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരാവശ്യം. ഇതിനു വേണ്ടി പ്രാർത്ഥനാ സഹായങ്ങൾ പറഞ്ഞ നിരവധി ലക്ഷക്കണക്കിന് ജനങ്ങൾ നമ്മുടെ കൂടെ നിന്നു. നാനാജാതി മതവിഭാഗത്തിൽപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഇതുപോലൊരു ഇൻസിഡൻറ്റ് ഇനി ഒരു കന്യാസ്ത്രീമാർക്കോ ഒരു പ്രേക്ഷിതർക്കും ഇനി ഉണ്ടാവരുത്. ഇനി കോടതി ഇടപെടൽ കൂടുതൽ നീണ്ടുപോകാതെ ഈ കേസ് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. എല്ലാവർക്കും നന്ദി. മീഡിയക്കാർക്ക് എല്ലാവർക്കും, രാഷ്ട്രീയ നേതാക്കന്മാർ, മതമേലധ്യക്ഷന്മാർ, ഇഷ്ടംമാതിരി ആൾക്കാർ വന്നു. അതിനുള്ള സപ്പോർട്ടിന് എല്ലാവർക്കും പ്രത്യേകം നന്ദി. സിസ്റ്റർ പ്രീതിയുടെ വീട്ടിൽ നിന്നുള്ള പ്രതികരണമാണ് കാണുന്നത്. കുടുംബാംഗങ്ങളെല്ലാവരും നന്ദി പറയുന്നു. എന്തായാലും ആ കുടുംബം കടന്നുപോയ വളരെ ക്ലേശകരമായ ഒരു സാഹചര്യമുണ്ട്. അതിൽ സഹായങ്ങൾ വിവിധ വഴിയിൽ കിട്ടി. എന്തായാലും എല്ലാവർക്കും നന്ദി പറയുന്നു. മാതാവ്, പിതാവ് അടക്കമുള്ളവരാണ് വളരെ വൈകാരികമായ വിഷയത്തിൽ പ്രതികരിച്ചത്. എല്ലാവരും ഒപ്പം നിന്നു കേരളം എന്നതുകൂടിയാണ് ഇവർ പറയുന്നത്. പക്ഷേ അവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വിഷയം, ഇതിൻ്റെ നിയമവ്യവസ്ഥകൾ, നിയമ നടപടികൾ ഇനിയും തുടരും. മിഥുൻ, ഈ ജാമ്യ വ്യവസ്ഥ സംബന്ധിച്ച വ്യക്തതകൾ എങ്ങനെയാണ്? എന്താണ് ജാമ്യ വ്യവസ്ഥ? ഒപ്പം തന്നെ ഇനി അങ്ങോട്ടുള്ള നിയമ നടപടികൾ, അതിൻ്റെ വെല്ലുവിളികൾ അതെങ്ങനെയാണ്? സൈത്ത്, രണ്ടുപേരുടെ ആൾജാമ്യത്തിൽ 50,000 രൂപ കെട്ടിവെച്ചാണ് ഈ ഒരു ഉപാധികളോടെയുള്ള ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ ഇരുവരുടെയും പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണമെന്നുള്ള നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. അങ്ങനെ ഉപാധികളോടുള്ള ജാമ്യമാണ് ഇപ്പോൾ 2 കന്യാസ്ത്രീകൾക്കും ലഭിച്ചിരിക്കുന്നത്. ഇനിയുള്ള ഇവർ പുറത്തിറങ്ങുന്നതിന് വേണ്ടിയുള്ള ചില സാങ്കേതിക വശങ്ങൾ, അതെന്ന് പറയുന്നത് ഇതിൻ്റെ ഹാർഡ് കോപ്പി ദുർഗ് ജയിലിലേക്ക് ലഭിക്കുകയാണെന്നുള്ളതാണ്. ജയിലധികൃതർക്ക് ഈ കോപ്പി ലഭിച്ചാൽ ഉടൻ തന്നെ പുറത്തേക്ക് ഇറങ്ങാനുള്ള വഴി ഒരുങ്ങും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഒരുപക്ഷെ ഒരു 2 മണിയോടുകൂടി ഈ ഒരു കന്യാസ്ത്രീകൾക്ക് 2 പേർക്കും പുറത്തിറങ്ങാനാകുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഈ കോടതിയിൽ നിന്ന്, വിലാസ്പൂരിലെ NIA കോടതിയിൽ നിന്ന് ഏകദേശം 150ഓളം കിലോമീറ്റർ ദൂരമുണ്ട് ഈ ദുർഗ് ജയിലിലേക്ക്. അപ്പോൾ അവിടെ ഈ ഹാർഡ് കോപ്പി എത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നേരിട്ട് കോടതിയിൽ നിന്ന് ഉദ്യോഗസ്ഥർ അവിടേക്ക് ഈ ജാമ്യ ലഭിച്ചതിൻ്റെ ഓർഡർ കൈമാറണം, എങ്കിൽ മാത്രമേ പുറത്തിറങ്ങാൻ സാധിക്കൂ. അങ്ങനെയുള്ളൊരു സാങ്കേതിക വശമുണ്ട്. അതാണ് ഇനി ചെയ്യേണ്ടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് നമ്മൾ കരുതുന്നത്. അങ്ങനെയെങ്കിൽ ഒരു 2 മണിയോടുകൂടിയൊക്കെ ഈ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാനാകുമെന്ന് തന്നെയാണ് നമ്മൾ
നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നത്. ഒപ്പം തന്നെ ഇത് പ്രതിപക്ഷ എംപിമാരെ സംബന്ധിച്ച് അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ സംബന്ധിച്ചൊക്കെ വലിയ വിജയമായി ഇതിനെ കണക്കാക്കാം. ഒപ്പം തന്നെ ഇപ്പോൾ ഈ കുടുംബം പറഞ്ഞു വെച്ചതുപോലെ തന്നെ MLA, അതായത് അങ്കമാലി MLA റോജി എം ജോണിന് നന്ദി പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. അവരുടെ വാക്കുകൾ കേട്ടു. ഈ സംഭവം ഉണ്ടായ അന്ന് മുതൽ തന്നെ തങ്ങളുടെ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ തന്നെ MLA ഒപ്പമുണ്ടായിരുന്നു. ഒപ്പം തന്നെ മറ്റ് എംപിമാർ, അതായത് ഇടതുപക്ഷത്തിന്റെ എംപിമാരും UDFന്റെ എംപിമാരും MLA ഉൾപ്പെടെയുള്ളവരെല്ലാം തന്നെ ഇവിടെ ഈ ദുർഗ് ജയിലിലും ഒപ്പം തന്നെ ബിലാസ്പൂരിൽ NI കോടതിക്കും പരിസരത്തും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇവരെല്ലാം തന്നെ അവിടെ ചെലവഴിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ BJPയുടെ പ്രതിനിധികൾ അവിടെ ഉണ്ടായിരുന്നു. ഷോർട്ട് ജോർജും അനൂപ് ആന്റണിയും ഉൾപ്പെടെയുള്ള നേതാക്കളും അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒപ്പം തന്നെ ഈ NIA കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം സഭാ നേതൃത്വം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. അതായത് സെഷൻസ് കോടതിയിൽ ഈ കേസ് പരിഗണിച്ചപ്പോൾ വലിയ രീതിയിലുള്ള നാടകീയ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. അപ്പോൾ ബജ്രംഗ് ദൾ പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായൊക്കെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ഒഴിവാക്കുന്നതിന് വേണ്ടി ഒരു തരത്തിലും ജനപ്രതിനിധികളോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോ ഒന്നും തന്നെ കോടതി പരിസരത്തേക്ക് പോകേണ്ടതില്ല എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കണം, അങ്ങോട്ടേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം ഇവർ നൽകിയിരുന്നു. അത് പാലിച്ചുകൊണ്ട് തന്നെ ആരും ഈ സെഷൻസ് അതായത് NIA കോടതിയിലേക്ക് പോയിരുന്നില്ലായിരുന്നു. എല്ലാവരും ദുർഗ് ജയിലിന് മുന്നിൽ തന്നെയായിരുന്നു നിന്നുകൊണ്ടായിരുന്നു ഈ ഒരു വിധി കേൾക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ 9 ദിവസത്തിന് ശേഷം ഈ രണ്ട് കന്യാസ്ത്രീകളും പുറത്തിറങ്ങാൻ പോവുകയാണ്, ജയിൽ മോചിതരാവാൻ പോവുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. നിലവിൽ ജാമ്യം മാത്രമാണ്, ഒരു പകുതി ആശ്വാസം മാത്രമായി നമുക്ക് ഇതിനെ കണക്കാക്കാനാവൂ. കാരണം ഇനിയുള്ളത് ഈ ഗുരുതരമായ വകുപ്പുകളാണ്. അതായത് ഈ ചുമത്തിയിരിക്കുന്നത് ഭാരതീയ ന്യായ സംഹിതയിലെ 143 വകുപ്പ്, അതായത് മനുഷ്യക്കടത്ത് ഒപ്പം തന്നെ മതപരിവർത്തനം, ഈ 2 വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട്. അത് ജനപ്രതിനിധികൾ ആരോപിക്കുന്നത് പോലെ തന്നെ അത് തെറ്റായ രീതിയിലാണ് ഇത്തരത്തിലൊരു വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. അത് ഒഴിവാക്കണം. ഒപ്പം തന്നെ ഈ കേസ് തന്നെ റദ്ദാക്കണം എന്നുള്ള ആവശ്യമാണ് ഈ MPമാരും MLAമാരും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളൊക്കെ വാദിക്കുകയും ഒപ്പം തന്നെ ആവശ്യപ്പെടുകയും ചെയ്യുന്നത്. അതിൽ എന്ത് തീരുമാനമായും ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത്. ഒപ്പം തന്നെ ഛത്തീസ്ഗഡ് സർക്കാർ ഇതിൽ എന്ത് നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്, ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ ഇതിൽ എന്ത് കാര്യങ്ങളാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്, ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അത് അല്പസമയത്തിനകം തന്നെ നമുക്ക് ലഭ്യമാവുകയും ചെയ്യും. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെ ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി സന്ദർശിച്ചിരുന്നു. അതിനുശേഷം പ്രധാനമന്ത്രിയും അദ്ദേഹം കണ്ടിരുന്നു. ഈ വിഷയം വലിയ രീതിയിൽ ചർച്ചയാവുകയും ചെയ്തിരുന്നു. അതിൽ ഛത്തീസ്ഗഡിലെ ചില സാഹചര്യങ്ങൾ കൂടി അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം എല്ലാ കാലത്തും ഈ മതപരിവർത്തനവും ഒപ്പം തന്നെ ഈ മനുഷ്യക്കടത്തും ഒക്കെ വ്യാപകമായിട്ടുള്ള ഒരു സ്റ്റേറ്റ് കൂടിയാണ് ഛത്തീസ്ഗഡ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് ഈ രീതിയിലുള്ള ഒരു നടപടി സർക്കാർ സ്വീകരിച്ചാൽ അതിൽ ഭാവിയിൽ എങ്ങനെയാണ് അത് ബാധിക്കാൻ പോകുന്നത്, അങ്ങനെയുള്ള ഒരു ആശങ്ക വിഷ്ണുദേവ് സായി മുന്നോട്ട് വെച്ചിരുന്നു. അതിലൊക്കെ എന്ത് നിലപാടായിരിക്കും ഇനി സ്വീകരിക്കാൻ പോകുന്നത്. ഒപ്പം തന്നെ ഒരു പുറത്തിറങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതായത് നിയമത്തിന്റെ വഴിക്ക് പോകുന്നതായിരുന്നു. MP ഹൈബി ഈഡൻ നമുക്കൊപ്പം ചേരുന്നു. ശ്രീ ഹൈബി ഈഡൻ, താങ്കളടക്കം തുടക്കം മുതൽ ഇടപെട്ട വിഷയം കൂടിയാണ്. എന്തായാലും കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടുന്നു, പക്ഷേ കേസ് ഇല്ലാതായി മാറുന്നില്ല. എന്തൊക്കെ വെല്ലുവിളികളാണ് ഇനി മുന്നിലുള്ളത്? അല്ല, ഈ കേസിൽ അവർക്ക് ജാമ്യം കിട്ടി. അറ്റ് ദ ഫസ്റ്റ് പ്ലേസ് ഇവര് ആ ജയിലിൽ 8 ദിവസം കിടക്കാൻ വിധിക്കപ്പെട്ട ആളുകളല്ല. ഇവർ കിടക്കേണ്ട യാതൊരു ആവശ്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ കേസിൽ താൽക്കാലികമായി ജാമ്യം കിട്ടിയെങ്കിലും NIAയുടെ ജൂറിസ്ട്രിക്ഷനിലുള്ള ഒരു കേസ് ആയതുകൊണ്ട് തന്നെ നിരന്തരമായി ഇനി കോടതി കയറി ഇറങ്ങി ഈ കേസിന്റെ ഏറ്റവും അവസാന ഘട്ടം വരെ അവർ നടക്കേണ്ടി വരും. അത്